രക്തത്തിൻ്റെ മണമുള്ള കാറ്റ് വീശുന്ന ഇന്ത്യയുടെ മായാനഗരി അഥവാ സിറ്റി ഓഫ് ഡ്രീംസ് എന്നറിയപ്പെടുന്ന നഗരം, കൊള്ളക്കാരുടെയും മാഫിയാസിൻ്റെയും സാമ്രാജ്യം. ആൻഡ് ദിസ് ഈസ് വെയർ അവർ എൻ്റയർ സ്റ്റോറി ടേക്സ് പ്ലേസ്. ഹലോ മാം, നമ്മുടെ ടോർച്ചർ കാരണം അവനിപ്പോൾ ഏകദേശം ചാവാറായിട്ടുണ്ട്. മാം പെട്ടെന്നൊന്ന് വന്നായിരുന്നെങ്കിൽ അവനങ്ങ് തീർക്കായിരുന്നു. യാ, I'll be there in 10 minutes. I'm fucked up, I'm black and blue, I'm built for all the abuse. I got secrets that nobody knows. ഇസബെൽ ഫെർണാണ്ടസ്, ദി വൺ ആൻഡ് ഓൺലി മാഫിയ ക്വീൻ ഓഫ് മുംബൈ, ഇരുട്ടിൻ്റെ രാജകുമാരി. വമ്പന്മാരായ മാഫിയാസിൻ്റെ പേടി സ്വപ്നം. ഒരു പോലീസിനും കോടതിക്കും ഇസബെലിനെ ഇതുവരെ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് ഷീസ് വെരി ബ്രില്യൻറ്റ്. അതുമാത്രമല്ല, അവൾ പൊരുതുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. പ്ലീസ് ലീവ് മീ. നിന്നെ വെറുതെ വിടണമല്ലേ? ഇതുപോലെ അന്ന് എൻ്റെ ഇയാനറിയും നിന്നോടൊക്കെ കെഞ്ചി കാണില്ലേ, എന്നിട്ട് നീയൊക്കെ അവരെ വെറുതെ വിട്ടോ? Wish you a happy journey to the hell. ജാക്സൺ, അവൻ്റെ ബോഡി അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ അങ്ങ് കെട്ടി തൂക്കിയേക്ക്. ഓക്കെ മാം. നീ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള അധികാരം മറ്റൊരു മനുഷ്യനില്ല. ജീവൻ തരുന്നതും എടുക്കുന്നതെല്ലാം ദൈവമല്ലേ? അതെ, ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശം മറ്റൊരു മനുഷ്യനില്ല. അതുപോലെ തന്നെ ഒരാൾ ഉപദ്രവിക്കാനുള്ള അവകാശം മറ്റൊരാൾക്കില്ലല്ലോ. ആൻറ്റി, എൻ്റെ റേ അനുഭവിച്ച വേദന ഒരു പെൺകുട്ടി അനുഭവിക്കരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ദൈവം, അതിലുള്ള വിശ്വാസമൊക്കെ എനിക്കെൻ്റെ ഇയാൻ്റെ ജീവനും എൻ്റെ റേയുടെ ജീവിതവും നഷ്ടപ്പെട്ട എന്നത്തോടെ തീർന്നതാണ്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ റേയ്ക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? ഞാൻ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നോ? ഇനി നീ അതൊന്നും പറയണ്ട. ചിലപ്പോൾ റേയ്ക്കെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടാവും. കോമയിലാണെന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ അവൾക്ക് മനസ്സിലാവും. മാം, ഇന്നലെ അയാളെ കൊന്നത് കാരണം ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുന്നുണ്ട്. മരിച്ചിരിക്കുന്നത് മിനിസ്റ്ററിന്റെ മകന്റെ ഫ്രണ്ടാണല്ലോ, അതായിരിക്കും അന്വേഷണമൊക്കെ ശക്തമാക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് ഞാൻ അവളിൽ ഒരുത്തിനെ കൊന്നാണല്ലോ. അന്നേരം അന്വേഷണം ഉണ്ടായിരുന്നില്ലല്ലോ. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല മാഡം. എന്തായാലും മാഡത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് വേണേലും ചെയ്യും. അതുമാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് ഒരു പുതിയ DGP ആണ്. അയാൾ ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. അതിൻ്റെയൊക്കെയാ ഈ കോലാഹലങ്ങൾ. അയാൾ പുതിയതായത് കാരണമാണ് ഈ കളികളൊക്കെ. ഈ ഹേസൽ ആരാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ മാറിക്കോളും. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കൊലയ്ക്കൊന്നും തെളിവുകളുമില്ലല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാഡം. ഹീസ് വെരി ബ്രില്യൻറ്റ്. ഇതുവരെ അയാൾ കർണാടകയിലായിരുന്നു. അവിടെ അയാളുടെ അടുത്ത് എല്ലാ കേസും തന്നെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം ഇത് ചെയ്തത് മാമാണെന്ന്. തെളിവില്ല എന്ന ഒറ്റ കാര്യത്തിലാണ് മാമിനെ നിയമത്തിന് മുൻപിൽ എത്തിക്കാൻ കഴിയാതിരുന്നത്. പക്ഷേ ഇയാളെ കൊണ്ട് ചിലപ്പോൾ നമ്മളെ കൊടുക്കാൻ പറ്റും. അല്ല, അയാളുടെ പേരെന്താ? വൺ മിസ്റ്റർ ആരോൺ ഐസക്. I come in, sir? Yes, come in.
So, Mr. Aaron, now it's your responsibility to trap Jezebel. Am I clear? യെസ് സാർ. മാം, നമ്മുടെ ലോയർ സാറ് കുറച്ച് ദിവസത്തേക്ക് ലീവിലാണ്. അദ്ദേഹത്തിന് ഹേർട്ടിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ച് നാളത്തേക്ക് എന്തോ ട്രീറ്റ്മെന്റിന് പോകുകയെന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് മറ്റൊരാളെ അപ്പോയിൻ്റ് ചെയ്യണം. വിശ്വസിക്കാൻ പറ്റുന്ന ലോയേഴ്സ് കുറവാ. ആ, ലോയറായിട്ടൊന്നും വേണ്ട. നിയമങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. അതും വിശ്വസ്തനായിരിക്കണം. ആ, നമുക്ക് നോക്കാം മാഡം. യാ. എന്നെ കൊടുക്കാൻ വലിയ ഏതൊക്കെയോ കൊമ്പന്മാരെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും സത്യം മാത്രമല്ലേ വിജയിക്കുള്ളൂ. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. നീ പേടിക്കൊന്നും വേണ്ട. എന്നെ പിടിച്ചാലും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്രയൊക്കെ പൊരുതാവോ അത്രയും ഞാൻ പൊരുതും. മോളെ, നിന്നെ കാണാൻ മിയ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ട്. മിയയോ? ആ, ഞാൻ വരാം. കുക്കി. മിയ ഓടിച്ചെന്ന് ജിസബേലിനെ കെട്ടിപ്പിടിക്കുന്നു. മിയ, നീ എന്താ ഇവിടെ? ഓ, ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അവരെനിക്ക് ഏതോ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. എനിക്കതിലൊന്നും താല്പര്യമില്ല. അല്ല, അതിന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇതത്ര സേഫായിട്ടുള്ള സ്ഥലമല്ല. കുക്കി, നീയുള്ള സ്ഥലം എനിക്കെപ്പോഴും സേഫാ. ആ, ഞാൻ ന്യൂസൊക്കെ കണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ നിൻ്റെ പുറകെയല്ലേ? എടി, ഞാനിവിടെ നിന്നോട്ടെ കുറച്ച് ദിവസത്തേക്ക്? എൻ്റെ പൊന്നു മിയ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതൊന്നും ശരിയാവില്ല. ഇവിടെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് ഞാൻ വേറൊരു സ്ഥലം ശരിയാക്കി തരാം. കുറച്ച് ദൂരെയാണ്, എന്നാലും കുഴപ്പമില്ല, സേഫാണ്. എന്തായാലും ഇന്നത്തെ രാത്രി നീ ഇവിടെ നിന്നോ. ആൻറ്റി, ഇവക്ക് മുറി കാണിച്ചു കൊടുക്ക്. ആ മോളെ. എടി, നീ എന്താ ആലോചിക്കണേ? എൻ്റെ ലോയർ കുറച്ച് നാളത്തേക്ക് ലീവാണ്. സോ എനിക്കൊരാളെ ഹെൽപ്പിന് വേണം. ഓ, അപ്പോൾ നിനക്ക് വേറെ ലോയറിനെയാണോ വേണ്ടേ? ഏയ്, ലോയറിനെ അല്ല, പക്ഷേ എല്ലാ നിയമങ്ങളും അറിയാവുന്ന, ഹാക്കിങ്ങൊക്കെ അറിയാവുന്ന ഒരാൾ. പക്ഷേ വിശ്വസ്തനായിരിക്കണം. ഞാനൊന്ന് നോക്കട്ടെ. എടി, റേച്ചലിനെ ഇപ്പം എങ്ങനെയുണ്ട്? അത് ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അവളെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഹലോ എടി, ഞാൻ ഒരാളെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവൻ്റെ പേര് ആൽഡ്രിൻ എന്നാണ്. എൻ്റെ കസിനാ. അവൻ ഈ ഹാക്കിങ്ങിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാ. അവനോട് ഞാൻ നിൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എടി, വിശ്വസിക്കാൻ പറ്റിയ ആളാണോ? ആടി, ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഡി. മേ ഐ കം ഇൻ മാം? യെസ്, കമിൻ. മാം, ഞാൻ മിയ പറഞ്ഞിട്ട് വന്നതല്ലേ, ആൽഡ്രിൻ. നൈസ് ടു മീറ്റ് യു. യെസ് മാം, നൈസ് ടു മീറ്റ് യു ടു. യു ക്യാൻ സിറ്റ്. ജാക്സൺ, ഒന്നിങ്ങ് വന്നേ. മാം, ജാക്സൺ, ഇതാണ് നമ്മുടെ പുതിയ ഹെൽപ്പർ ആൽഡ്രിൻ. പിന്നെ കാര്യങ്ങളൊക്കെ ജാക്സൺ പറഞ്ഞു തരും. തനിക്ക് എൻ്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ബിക്കോസ് തന്നോട് എനിക്കെപ്പോഴും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും. ആൻഡ് ഐ ആം ട്രസ്റ്റിങ് യു. താൻ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. യെസ്, ഡെഫിനറ്റ്ലി മാം, യു ക്യാൻ ട്രസ്റ്റ് മീ. അക്ഷയ്, എനിക്ക് ആ ജിസബേലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വേണം. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഇത് പോരാ, കുറച്ചുകൂടെ വേണം. ഓക്കെ സാർ. ആരോൺ ജിസബേലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നന്നായിട്ട് ചെക്ക് ചെയ്യുന്നു. ഓ, സോ ഇവള് കൊല്ലുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെയാണ് അല്ലേ? സോ മിനിസ്റ്ററിന്റെ മകന്റെ ഫ്രണ്ടും ഏതെങ്കിലും സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല സാർ.
എന്തിനാണ് അവള് മിനിസ്റ്ററിന്റെ മകൻ്റെ 2 ഫ്രണ്ട്സിനെയും കൊന്നു കളഞ്ഞതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓ ഓക്കെ. സോ മിസ്റ്റർ ആൽഡ്രിൻ, ചിലപ്പോൾ ചില ദിവസങ്ങളിൽ തനിക്ക് പല കൊലപാതകങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരും. തനിക്ക് ഈ ചോര കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചോരയോ? യാ, ബ്ലഡ്. ആ കുഴപ്പമില്ല മാം. മോളെ, റേച്ചൽ മോള് കണ്ണു തുറന്നു. വാട്ട്? ജിസബേൽ നേരെ റേച്ചലിന്റെ മുറിയിലേക്ക് ഓടുന്നു. അല്ല ജാക്സ, മാഡം അങ്ങോട്ട് കൂടി. സർ, സാറിന്റെ കൂടെ വാ. ആൽഡ്രിനും ജാക്സണും ജിസബേലിന്റെ പുറകെ ചെല്ലുന്നു. ബട്ട് ഡോക്ടർ, ഇതങ്ങനെ? ഹാ, ഇറ്റ്സ് റിയലി മിറാക്കിൾ. എന്തായാലും എല്ലാം ദൈവത്തിന്റെ കരുണയാ. ഇനി റേച്ചലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അധികം സങ്കടമുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഇത്രയും നാള് കോമയിൽ കിടന്നതല്ലേ. പഴയ ആ ഒരു രീതിയിലേക്കൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. ഓ, താങ്ക് യു ഡോക്ടർ. കുക്കി, റേ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന്. ഈ എൻ്റെ ഇയാൻ, അവനെവിടെ? റേ, അവൻ നമ്മളെയൊക്കെ വിട്ടു പോയി. 2 വർഷമായി. വാട്ട്? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കിതൊന്നും. നോ വേ. റേ പ്ലീസ്, നീ ഒന്ന് സമാധാനപ്പെട്. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. മോളെ, അവളൊന്ന് കിടക്കട്ടെ. അല്ല അതാരാ? അത് ഹേസൽ മാഡത്തിന്റെ ട്വിൻ സിസ്റ്റർ ആണ്, റേച്ചൽ. ഹേസൽ? ജിസബേൽ മാമിന്റെ ഒറിജിനൽ പേര് ഹേസൽ എന്നാണ്. അത് എല്ലാവർക്കും ഒന്നും അറിയില്ല. മാമിനോട് വളരെയധികം അടുപ്പുള്ളവർക്ക് മാത്രമേ ആ പേര് അറിയുള്ളൂ. ഓ, അല്ല മാഡത്തിന്റെ ട്വിൻ സിസ്റ്ററിന് എന്തു പറ്റിയതാ? അത് പിന്നെ ജാക്സൺ, യെസ് മാം. താൻ പൊക്കോ, ഞാൻ വിളിക്കാം. മിസ്റ്റർ ആൽഡ്രിന് വന്നപ്പോൾ തന്നെ എല്ലാം അറിയണം നിർബന്ധമാണ്. ഇല്ല മാം. May I come in? യെസ്. Hi, I am Aaron Isaac, new ADGP. ഓ, താനാണല്ലേ ആ മഹാൻ. Yeah. എന്നിട്ട് എന്തായി എന്നെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ? വളരെ നന്നായി പോകുന്നു. നീ നോക്കിക്കോ, ഉടനെ തന്നെ നിന്നെ ഞാൻ പോകും. എക്സ്ക്യൂസ് മീ. അല്ല ഇതാരാ? ഐ ആം ആൽഡ്രിൻ, മാഡത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. പിന്നെ സാറ് കുറച്ചു നേരം മുമ്പ് പറഞ്ഞില്ലേ മാഡത്തിനെ കൊടുക്കുന്നു. പക്ഷെ സാറേ, അതിനു പറ്റിയ തെളിവൊന്നും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, പക്ഷേ ഉടനെ തന്നെ കിട്ടും. അത് കിട്ടുമ്പോൾ മതി സാറിൻ്റെ വീരവാദമൊക്കെ. ഇപ്പോൾ സാറ് ചെല്ല്, ഞാൻ പൊക്കോളാം. പക്ഷേ മിസ്റ്റർ ആൽഡ്രിൻ, നമുക്കൊന്ന് കാണണം. കാണാം. അയാളിപ്പോൾ വന്ന് ഇങ്ങനെയൊക്കെ വീരവാദം മുഴക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. കേട്ടത് വെച്ച് അയാൾ വളരെ ബ്രില്യൻ്റ് ആണ്. ഐ നോ. നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുന്നു. റേ, നീ കിടന്നോ? ഇല്ല. പറ. എനിക്കറിയില്ല നിന്നെ എങ്ങനെ. വേണ്ട, നീ എന്നെ ഇനി അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ ഈ അവസ്ഥയിലാക്കിയാരെ ഞാൻ വെറുതെ വിടില്ല. 2 പേരെ ഞാൻ കൊന്നു. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്, ആ മിനിസ്റ്ററിന്റെ മകൻ കുക്കി. ഓ, നീ ഇപ്പോൾ എൻ്റെ പഴയ കുക്കി അല്ലല്ലോ.
നീ ആളാകെ മാറിയില്ലേ റേ? ജിസബേൽ, ഈ മുംബൈ സിറ്റി മുഴുവൻ ഭയക്കുന്ന മാഫിയ ക്വീൻ അല്ലേ? എല്ലാം എന്നോട് ആൻറ്റി പറഞ്ഞു. നീ എന്തിനീ ആളുകളെയൊക്കെ കൊല്ലുന്നേ? നിനക്കതുകൊണ്ട് എന്താ കിട്ടുന്നേ? എനിക്കൊന്നും കിട്ടില്ല. പക്ഷേ അവന്മാരൊക്കെ പീഡിപ്പിച്ചു കൊന്ന സ്ത്രീകളുടെയും കുട്ടികളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. എന്ന് വെച്ച് നീ എന്തിനാ കൊല്ലാൻ നടക്കുന്നേ? അതിനല്ലേ ഇവിടെ നിയമം. നിയമം നിനക്കറിയോ? നിന്നെ ഞാനേ അവരൊന്ന് പിച്ച് ചീന്തിയതിന് ശേഷം ഞാൻ ഓടിച്ചത് നീ നിയമം പാലിക്കുന്നവരുടെ അടുത്തേക്കാണ്. അന്ന് അവർ സാക്ഷികളോ തെളിവുകളോ ഇല്ലെന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഓടിച്ചു. അവർക്കല്ലേലും ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടത് നമുക്കല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയും ഞാനെയും അവർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? പക്ഷെ കുക്കി റേ, നീ അനുഭവിച്ചത് ഒരു പെൺകുട്ടിയെ അനുഭവിക്കാൻ പാടില്ല. എനിക്കറിയാം, കൊല ചെയ്യുന്നത് വലിയ പാപമാണ്. പക്ഷേ ഈ ചെയ്യുന്ന കൊലകളെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാണ്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് തുടർന്നിരിക്കും. ഹേസലിന്റെ ആ വാക്കുകൾ റേച്ചലിന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം റേച്ചൽ ഹേസലിനോട് മിണ്ടാതെയായി. ഹേസൽ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചിരുന്നത് കാരണം അവളും റേച്ചലിനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ റേച്ചലിന്റെ ഈ പെരുമാറ്റം ഹേസലിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിരുന്നു. അതേസമയം ആൽഡ്രിന്റെ സാന്നിധ്യം ഹേസലിന് വലിയൊരു ആശ്വാസവുമായിരുന്നു. ഹേസൽ എല്ലാ കാര്യങ്ങളും അവനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവൻ അവൾക്കെപ്പോഴും ഒരു താങ്ങായി നിന്നു. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിനുപരി മറ്റെന്തോ ഒരു ഫീലിങ്സ് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഹേസൽ വീടിന്റെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ മിന്നി മറയുന്നുണ്ട്. ഈ ആലോചനകൾക്കിടയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആൽഡ്രിൻ വരുന്നത്. മാഡം എന്താ കരയുന്ന? ഏയ് നത്തിങ്. മാഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? റേച്ചലിന് എന്തു പറ്റിയതാ? ജിസബേൽ കുറച്ചു നേരം നിശബ്ദയായിരിക്കുന്നു. ഓ, മാഡത്തിന് ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഏയ് ഇല്ല, ഞാൻ പറയാം. ഞാനും റേയും ചെറുപ്പത്തിലെ എല്ലാ കാര്യത്തിലും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് 8 വയസ്സുള്ളപ്പോൾ പപ്പയ്ക്കൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മുംബൈയിലേക്ക് വരേണ്ടി വന്നു. കൂടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഞങ്ങളുടെ പഠിത്തമൊക്കെ ഇവിടെയായിരുന്നു. അങ്ങനെ കുറേ നാൾ നല്ല സന്തോഷത്തോടെ പോയി. മുംബൈ എന്ന് പറയുന്ന മാഫിയാസിൻ്റെ കേന്ദ്രമാണല്ലോ. മാഫിയാസ് തമ്മിലുള്ള ഒരു ഫൈറ്റിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ പപ്പയും അമ്മയും പെട്ടുപോയി. അവർ എൻ്റെ പപ്പേനെ അമ്മേനെ കൊന്നു കളഞ്ഞു. അന്നു മുതൽ എനിക്ക് മാഫിയാസിനോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ പപ്പയും അമ്മയും ഇല്ലാത്ത വിഷമമൊന്നും അവൾ എന്നെ അറിയിച്ചിട്ടില്ല. കാര്യം പറഞ്ഞാൽ അവൾ എന്നേക്കാളും മിനിറ്റുകളുടെ മൂപ്പേ ഉള്ളൂ. പക്ഷേ പപ്പയും അമ്മയും ഞങ്ങൾ വിട്ടുപോയതിനു ശേഷം അവളായിരുന്നു എനിക്കെല്ലാം. പപ്പയും അമ്മയും സിസ്റ്ററും ഒക്കെ. ഞങ്ങളങ്ങനെ എല്ലാ വിഷമങ്ങളും മറന്ന് വളർന്നു വന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ കൊച്ചി ലോകത്തിലേക്ക് അവനും വന്നു. അവനായിരുന്നു കോളേജിലെ താരം, പെൺകുട്ടികളുടെ എല്ലാം ക്രേസ്. പക്ഷേ അവന് ക്രേസ് റേച്ചലായിരുന്നു. അവൾ മാത്രം. അവൾക്കും അവനെ ജീവനായിരുന്നു. എന്താ കുക്കി, നീ വിഷമിച്ചിരിക്കണേ? ആ, എന്തിയാ നിന്റെ ഈയാൻ? ഇപ്പൊ നിനക്ക് അവനെ മാത്രം മതിയല്ലോ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നീ അവനോടല്ലേ ഷെയർ ചെയ്യുന്നേ? എടി, നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഒന്നും പറയണ്ട, ഞാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് കുക്കി അവിടെ നിന്ന് പോകുന്നു. കുക്കിയുടെ ഈ പെരുമാറ്റം റേച്ചലിന് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നു. റേ, നിനക്ക് എന്താ പറ്റിയേ? ഓ, നീ വിഷമിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാം. ഇതും പറഞ്ഞ് ഇയാൻ നേരെ കുക്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഹലോ കുക്കി. എന്നെ കുക്കിന്നൊന്നും വിളിക്കണ്ട. എനിക്കിഷ്ടമുള്ളവർക്ക് മാത്രം എന്നെ കുക്കിന്ന് വിളിക്കാനുള്ള അധികാരമുള്ളത്. ഓക്കെ, എന്നാ ഹേസൽ, താൻ വിചാരിക്കുന്ന പോലെ തൻ്റെ റേയ്ക്ക് തന്നോട് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല. തനിക്കറിയോ, ഞങ്ങളെപ്പോൾ സംസാരിച്ചു തുടങ്ങിയാലും അത് എത്തിച്ചേരുന്നത് തൻ്റെ വിഷയത്തിലായിരിക്കും. എടോ, അവക്ക് താനെന്ന് പറഞ്ഞ ജീവന. എന്നെക്കാളും ഒക്കെ അവൾ സ്നേഹിക്കുന്നത് തന്നെയാണ്.
എന്നെ അവൾ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ ഈ ഇടയ്ക്കല്ലേ. പക്ഷേ നിങ്ങൾ സിസ്റ്റേഴ്സ് അങ്ങനെയാണോ? താനെന്താ അതൊന്നും ഓർക്കാത്തെ? ഇനി ഞാൻ അവളെ തന്നിൽ നിന്ന് അകറ്റുവാണ് എന്നൊരു ചിന്തയാണ് തനിക്കെങ്കിൽ അത് താനങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചോ. ഞാനെന്തായാലും നിങ്ങളെ അകറ്റാൻ ശ്രമിക്കില്ല. സിസ്റ്ററോ ബ്രദറോ ഇല്ലാത്തത് കൊണ്ടുള്ള സങ്കടം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനെന്തായാലും നിങ്ങളെ അകറ്റാൻ ഒരിക്കലും ശ്രമിക്കില്ല. പിന്നെ റേച്ചലിനെ ഞാൻ പൊന്നുപോലെ നോക്കും. അതോർത്ത് താൻ പേടിക്കണ്ട. ഇനി ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം താൻ ഒറ്റയ്ക്കാവുമെന്നൊന്നും താൻ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബ്രദറോ സിസ്റ്ററോ ഒന്നുമില്ല. അന്ന് റേനെ ആദ്യമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെ പോലെ ഒരു പെങ്ങളെ കിട്ടൂലോ എന്ന് ഓർത്തിട്ടായിരുന്നു. എൻ്റെ കുക്കി, ഓ സോറി, ഹെയ്സൽ, തന്നെ പോലൊരു കുട്ടിയെ പെങ്ങളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഏത് ആൺകുട്ടി ആഗ്രഹിക്കാത്തെ? അപ്പോ തനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞോട്ടെ? അതൊക്കെ പറഞ്ഞോ. ആ പിന്നെ എന്നെ കുക്കിന്ന് വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, ഓക്കെ കുക്കി മോളെ, ഞാനെന്നാ ചെല്ലട്ടെ. പിന്നെ എന്ത് വേണമെങ്കിലും ഈ ആങ്ങളോട് ചോദിച്ചോളണം കേട്ടോ. ഓ ശരിയേ. പിന്നെയുള്ള ദിവസങ്ങൾ അത് ഞങ്ങളുടെ ആയിരുന്നു. എല്ലാ സങ്കടങ്ങളും മറന്ന് എൻജോയ് ചെയ്ത ആ നിമിഷങ്ങൾ. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ എൻ്റെ റേയുടെയും ബർത്ത്ഡേയുടെ ദിവസം, ഞങ്ങളുടെ 3 പേരുടെയും ജീവിതം മാറ്റിമറിച്ച ആ കാളരാത്രി. ഷോ, അവൾ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. ആ, അവള് വീട്ടിലെത്തി കാണില്ല. ലൈബ്രറിയിലും കൂടെ പോയിട്ടേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ഹലോ, ആ എടി, നീ വീട്ടിലെത്തിയോ? ആടി എത്തി. നിങ്ങളെന്താ ഇതുവരെ എത്താത്തെ? ഓ, കറക്കൊന്നും കഴിഞ്ഞ് കാണില്ലായിരിക്കും അല്ലേ? ഏയ്. ഹലോ കുക്കി മോളെ, ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു. അല്ല, അവക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഗിഫ്റ്റ് എന്തേ? ആ, അവക്ക് കൊടുത്തത് ചിന്ന ഗിഫ്റ്റ്. പക്ഷെ എൻ്റെ കുക്കിമോക്ക് ഞാനൊരു വലിയ സർപ്രൈസാ വെച്ചേക്കണേ. ആഹാ, എന്നതാ അത്? അതൊക്കെ ഉണ്ട്, ഞങ്ങളങ്ങ് വരട്ടെ. ആ പെട്ടെന്ന് വായോ, നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ല, നിങ്ങളിപ്പോൾ എവിടെയാ? ഞങ്ങള് സെന്റ് മേരീസ് ചർച്ചിന്റെ ഫ്രണ്ടിലുണ്ട്. ആ എന്നാ പെട്ടെന്ന് വാ. ഇപ്പോൾ റേച്ചലിനെയും ഇയാനെയും 3 പേർ വളയുന്നു. ഹലോ, എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ ഈ രാത്രിയിൽ? എടാ മോനെ, എവിടുന്ന് കിട്ടി ഈ മുതലിനെ? ഹേയ്, മൈൻഡ് യുവർ വേർഡ്സ്. ഇയാൻ കോള് കട്ട് ചെയ്യാതിരുന്ന കാരണം അവരുടെ സംസാരമെല്ലാം ഹേസൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഹലോ, എന്താ, ആരോടാ നിങ്ങൾ ഈ പറയുന്നേ? ഇയാൻ, നമുക്ക് പോവാം സർ, പ്ലീസ് ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. വെറുതെ വിടണോ അല്ലേ? ഓക്കെ മോനെ, നീ അങ്ങ് ചെല്ലേ. ഇവിടെ ഞങ്ങള് പയ്യെ വീട്ടിലേക്ക് കൊണ്ടാക്കിക്കോളാം. ഇതും പറഞ്ഞ് അവൻ നേരെ റേച്ചലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മാറി നിക്കടാ, തൊട്ടുപോകരുത് അവളെ. നോ സർ, പ്ലീസ് സർ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. നീ ഇവിടെ നിൽക്കണ്ട. പ്ലീസ് അവനൊന്നും ചെയ്യല്ലേ. ഇയാൻ, പ്ലീസ് ഒന്നും ചെയ്യല്ലേ പ്ലീസ്. അവരുടെ ഫോണിൽ കൂടെയുള്ള ശബ്ദമൊക്കെ കേട്ട് ഞാൻ നേരെ സെൻറ് മേരീസ് ചർച്ചിൻ്റെ അടുത്തേക്ക് ഓടി. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവന്മാർ എന്നെ റെയിൻ ചെയ്യാൻ. അപ്പോഴത്തേക്കും അവന്മാർ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അവരുടെ 3 പേരുടെ മുഖം അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. ഇന്നത്തെ രാത്രി ഞങ്ങൾ എത്ര സന്തോഷത്തോടെ കഴിച്ചു കൂട്ടേണ്ടായിരുന്നു.
പക്ഷെ ആ ദ്രോഹികൾ കുടിച്ചു ബോധമില്ലാതെ എന്നെ റെയിൻ ചെയ്യാൻ അന്ന് ഞാനവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ഞങ്ങളുടെ ഇയാൻ ഞങ്ങളെ വിട്ടുപോയി. അവള് കോമയിലാവുകയും ചെയ്തു. പിറ്റേന്ന് ഞാൻ പോയി കേസ് കൊടുത്തു. പക്ഷേ തെളിവോ സാക്ഷികളോ ഇല്ലാത്തതുകൊണ്ട് അവർ ആ കേസൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, നിയമത്തിന് ഇവന്മാരെ പോലുള്ള ദ്രോഹികളെ ശിക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ശിക്ഷിച്ചുകൂടാ? മാഫിയ എന്ന വർഗത്തിനോട് തന്നെ വെറുപ്പായിരുന്ന ഞാൻ അങ്ങനെ ഒരു മാഫിയായി. മുംബൈയുടെ പേടി സ്വപ്നം. താൻ വിഷമിക്കണ്ട. റേച്ചലിപ്പോൾ കണ്ണു തുറന്നല്ലോ. അവള് ഇനി പഴയ അവസ്ഥയിലേക്ക് പയ്യെ മാറിക്കോളും. അവൾക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പിന്നെ ആ 3 പേരെ കൊന്നൊടുക്കാനും. ഇനി ആ മിനിസ്റ്ററിൻ്റെ മകൻ കൂടിയേ ബാക്കിയുള്ളൂ. അവനെയും ഞാൻ ഉടനെ തന്നെ തീർക്കും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ കേസിനെ പറ്റി കൂടുതലായിട്ടൊന്ന് അറിയാനുണ്ട്. ആ ഓക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് മിയ വരുന്നു. കുക്കി, ആ നീ എന്താ ഇവിടെ? ഏയ് ചുമ്മാ വന്നേ ഉള്ളൂ. വാ, നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. അല്ല, ഞാനയച്ച ആളെങ്ങനെയുണ്ട്? ഹീസ് ബ്രില്യൻറ്റ്. ഇപ്പോൾ വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. ഓഹോ, പക്ഷേ അവനങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടൊന്നും ആകുന്ന ഒരു ടൈപ്പ് അല്ലല്ലോ. ആ അത് പോട്ടെ. അല്ല, ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആരാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയേ? നീ എന്തീ ചോദിക്കുന്നേ? അതല്ലേ നിന്റെ കസിൻ ആൽഡ്രിൻ. വാട്ട്? ഹീസ് നോട്ട് മൈ കസിൻ. നീ എന്തൊക്കെയാ പറയുന്നേ? കുക്കി, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ. മിയ അവളുടെ കസിൻ്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവനാരാ? നിന്റെ കസിൻ എവിടെയായിരിക്കും? അപ്പോൾ അവനാരാ? നിന്റെ കസിൻ എവിടെയായിരിക്കും? May I come in? Hello, Mr. Noel Thomas. Hi. Yeah, take your seat. ജിസബേലിനെതിരെയുള്ള തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം എല്ലാം ഞാൻ ഉടനെ തന്നെ എത്തിച്ചേക്കാം. ഓ, താങ്ക് യു സോ മച്ച്. ആ ജിസബേലിൻ്റെ ഫ്രണ്ടിൻ്റെ കസിനെ കൊടുക്കാനായിട്ട് നമ്മളെടുത്ത തീരുമാനം എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയി. അവനിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ സേഫ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സീക്രട്ട് ഏജന്റിനെ വെക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് നിന്റെ മുഖമാണ്. താങ്ക് യു. ഇനിയിപ്പോൾ അവളെ എനിക്ക് ധൈര്യമായിട്ട് അറസ്റ്റ് ചെയ്യാലോ. എടാ, നീ എന്താ മൂഡൗട്ടായിട്ടിരിക്കുന്നത്? എടാ, അവള് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ട പെണ്ണൊന്നുമല്ല. അതെനിക്കും അറിയാം. അവള് കൊല്ലുന്നത് മുഴുവൻ സ്ത്രീകൾ ഉപദ്രവിക്കുന്നവരല്ലേ. ശരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ മരണമല്ല, അതിലും വലുത് വല്ലാണ് കൊടുക്കേണ്ടത്. പക്ഷേ നിയമത്തിന് മുൻപിൽ കൊലപാതകം ചെയ്യുന്നത് കുറ്റകരമാണ്. പിന്നെ ഇത് നമ്മുടെ ജോലിയാണ്. സോ വി ഹാവ് ടു ബിക്കം സിൻസിയർ ടുവേർഡ്സ് അവർ ജോബ്. പിന്നെ എനിക്കറിയാം നീ ഇത്രയും നാളും അവളുടെ കൂടെ നടന്ന കാരണം അവളോട് കുറച്ച് സിമ്പതിയൊക്കെ ഉണ്ടായിരിക്കുന്നു. ബട്ട് അതൊന്നും ഒരിക്കലും നമ്മുടെ ജോബിനെ ബാധിക്കാൻ പാടില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഉപ്പും ചോറുമാണ് കഴിക്കുന്നത്, അത് നീ മറക്കരുത്. അല്ലടാ, എനിക്ക് സംശയം, ഞാൻ അന്വേഷിച്ചതനുസരിച്ച് ഇപ്പം മരിച്ച ഫെലിക്സും പിന്നെ അവൾ ആദ്യം കൊന്ന റോഹനും സ്ത്രീകളെ ഉപദ്രവിച്ചതായിട്ട് ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ അവൾ എന്തിനായിരിക്കും അവരെ കൊന്നത്? എടാ അത് സാർ പറഞ്ഞ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. സോ വി ഹാവ് ടു ഗോ ദേർ. ഓ ഓക്കെ, ഞാൻ വരാം. എടാ നീ ചെല്ല്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ. പിന്നീട് അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവനെയും കാത്ത് ജിസബേൽ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു.
അവനെ കണ്ടതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. താനെ ചതിക്കുമായിരുന്നല്ലേ? ആരാ താൻ? ആ ചതി, അത് ഈ ജിസബേൽ ഒരിക്കലും സഹിക്കില്ല. ചതിയുടെ പ്രതിഫലം മരണമാണ്. ഇതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റുന്നില്ല. കാരണം ഞാൻ തന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു, ഒരുപാട് തന്നെ സ്നേഹിച്ചു. മോളെ, ആന്റി വന്നതും ജിസബേൽ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ജിസബേൽ പോയതും അവൻ ഒരുപാട് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. മോനെ, എന്താ പ്രശ്നം? അവള് സങ്കടപ്പെട്ടുകൊണ്ടാണല്ലോ പുറത്തേട്ട് പോയേ. വന്നപ്പോഴും നല്ല ദേഷ്യത്തിലായിരുന്നു. അവള് വന്നപ്പോഴാ ഞാൻ പുറത്ത് മാർക്കറ്റിലേക്ക് പോയത്. എന്താ മോനെ പറ്റിയേ? ഒന്നുമില്ല ആന്റി. എന്തോ ഒരു കാര്യം അവളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മോനോട് ഞാനൊരു കാര്യം പറയട്ടെ? എന്താ ആന്റി? മോൻ വന്നതിന് ശേഷം കുക്കിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ അവൾക്ക് എല്ലാ കാര്യത്തിനോടും ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പുറത്ത് കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ് സംസാരമെങ്കിലും അവളുടെ മനസ്സിൽ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മോനറിയോ, അവൾ ഇന്നലെ മോനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നേരെ വന്നത് എൻ്റെ അടുത്താണ്. അവൾ എന്നോട് പറഞ്ഞത്, മോനോട് അവളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന്. കുറേ നാളായി അവളുടെ മിണ്ടാട്ടമൊക്കെ നിന്നിട്ട്. ഇന്നലെ അവൾ എന്നോട് അത്രയും കാര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. ഇത്രയും നാൾ കൂടെ നടന്ന ജാക്സനോട് പോലും അവൾ എപ്പോഴും കുറച്ച് ദേഷ്യത്തിൽ തന്നെ സംസാരിക്കാറ്. പക്ഷേ മോൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എത്ര പെട്ടെന്നാണ് അവൾ മോനോട് അടുത്തത്. മോനെ, അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ വിഷമിച്ചുകൊണ്ട് പോയത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മോനായിട്ട് എന്തെങ്കിലും വിഷമം അവൾക്കുണ്ടാക്കിയതാണെങ്കിൽ അത് മോൻ തന്നെ പരിഹരിക്കണം. കാരണം മോൻ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച ദൈവം മോനോട് പൊറുക്കില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മുംബൈ സിറ്റി മുഴുവൻ അറിയാവുന്നത് ജിസബേൽ എന്ന മാഫിയ ക്യൂവിനെ പറ്റിയാണ്. ഒരു നാണയത്തിന് 2 വശമുണ്ടെന്ന് പറയുന്ന പോലെ ഒരുപാട് ക്രൂരന്മാരുടെ ചോര ഉരുണ്ട കൈകൾ കൊണ്ട് അവൾ ഒരുപറ്റം നല്ല മനുഷ്യർക്ക് സഹായം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ മുംബൈ സിറ്റിയിൽ ആരെങ്കിലും വിശ്വസിക്കൂ? അതെ മോനെ, അവളുടെ സമ്പാദ്യത്തിൽ പകുതിയും ഇവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ കൊടുക്കുവാണ്. അവൾ കാരണം ഇപ്പോൾ എത്ര പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെന്നറിയോ? എത്ര പാവപ്പെട്ടവർക്കാണ് അവൾ വീട് വെച്ച് കൊടുത്തതെന്നറിയോ? പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നത് ജിസബേലാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. മോനും ഇതറിയില്ലായിരിക്കൂലേ? ഞാൻ തന്നെ അറിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമാണ്. അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണ് മോനെ എൻ്റെ മോള്. മോനോട് ഞാൻ ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇനിയെങ്കിലും മോനിത് അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ശരി, എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ. ഓ ഗോഡ്, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതുവരെ ഞാൻ ഒരുപാട് സ്ഥലത്ത് സീക്രട്ട് ഏജൻ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവളോട് മാത്രം എന്താ എനിക്കിത്ര അറ്റാച്ച്മെന്റ് തോന്നുന്നത്? ജിസബേൽ അന്ന് രാത്രി ഒരുപാട് വൈകിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. നോയൽ അവളെ അന്വേഷിച്ച് ഇറങ്ങാനായി തുടങ്ങുമ്പോഴാണ് ജാക്സൺ അങ്ങോട്ടേക്ക് വരുന്നത്. സർ, മാഡം ബാറിലുണ്ട്. ഞാനാ മാഡത്തിനെ അങ്ങോട്ടേക്ക് ആക്കിയത്. പിന്നെ എന്നോട് അവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞു. ഓക്കെ. അവൻ അവിടെ ചെന്നപ്പോഴേക്കും അവൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെയ്സൽ, യു ഓക്കെ? എനിക്ക് തന്നെ കാണണ്ട. ഐ ഹേറ്റ് യു, ബട്ട് ഐ ലവ് യു ടു. നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ എന്തൊരു സന്തോഷിച്ചു എന്നറിയോ? പക്ഷെ നീ എന്നെ ചതിച്ചു. നീ ചതിയന.
ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ഇല്ല ഇല്ല, നോ വേ. അവൻ അവളെ താങ്ങിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവളെ മുറിയിൽ കൊണ്ടുപോയി അവിടെ കിടത്തുന്നു. അവളെ കിടത്തിയിട്ട് അവൻ പോകാൻ തുടങ്ങുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പ്ലീസ് എന്നിട്ട് പോവല്ലേ. അന്നത്തെ രാത്രി അവന് കിടന്നുറങ്ങാൻ കഴിഞ്ഞതേയില്ല. അന്ന് അവൻ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടുന്നു. എന്താ നീ കാണണമെന്ന് പറഞ്ഞേ? എടാ, നിനക്ക് അവളെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ പറ്റൂ? നീ എന്തൊക്കെ ഈ പറയുന്നേ? അതൊന്നും നടക്കില്ല. എടാ, നീ ഇന്നലെ ചോദിച്ചില്ലേ മിനിസ്റ്ററിന്റെ മകന്റെ ഫ്രണ്ട്സിനെ എന്തിനാണ് അവള് കൊന്നതെന്ന്? അവൾ ഈ അവസ്ഥയിൽ ആവാനുള്ള കാരണം തന്നെ ആ മിനിസ്റ്ററിന്റെ മകനും അവന്റെ 2 കൂട്ടുകാരുമാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? എടാ, അവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, റേച്ചല്. അവള് ഇത്രയും നാളും കോമയിലായിരുന്നു. ഇപ്പോ കോമയിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ അവള് കോമയിലാവാനുള്ള കാരണം അവന്മാരാ. പാവം, അവളിതൊക്കെ ചെയ്യുന്നത് ഇയാനും അവളുടെ സിസ്റ്ററിനും വേണ്ടിയിട്ടാ. അപ്പോ ഇയാനെ കൊന്നത് മിനിസ്റ്ററിന്റെ മകനാണോ? ആ, അതെ. ഞാൻ ഞാൻ നിന്നെ വിളിക്കാം. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അല്ല എടാ, ഞാൻ പറഞ്ഞത് ഹേസലിന്റെ കാര്യമല്ലേ. പിന്നെ അവനെന്തിനാ ഇയാന്റെ കാര്യം ചോദിച്ചു? ആ, എന്തേലും ആവട്ടെ. അപ്പോ എൻ്റെ ഇയാൻ മരിക്കാനുള്ള കാരണം ആ മിനിസ്റ്ററിന്റെ മകനും കൂട്ടുകാരുമായിരുന്നല്ലേ? അപ്പോ മിനിസ്റ്ററിന്റെ മകന്റെ ഫ്രണ്ട്സിനെ കൊന്ന സ്ഥിതിക്ക് ഇനി അവളുടെ ലക്ഷ്യം മിനിസ്റ്ററിന്റെ മകനായിരിക്കും. പക്ഷേ അവൾ അവനെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവനെ കൂട്ടിയിരിക്കും. എൻ്റെ ഇയാൻ അനുഭവിച്ച വേദന ആ മിനിസ്റ്ററിന്റെ മകൻ ജീവിതകാലം മുഴുവൻ അനുഭവിക്കും. ഇനിയിപ്പോ ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. എന്നെക്കൊണ്ട് അവളെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം. രാത്രി ഒരുപാട് വൈകിട്ടും ആൽഡ്രിൻ തിരിച്ചെത്താത്തതുകൊണ്ട് ഹേസൽ ആൽഡ്രിനെ കുറിച്ച് ആൻറ്റിയുടെ അടുത്ത് അന്വേഷിക്കുന്നു. ആൻറ്റി, ആൽഡ്രിൻ വന്നില്ലേ? ഔട്ട് ഹൗസിലും ലൈറ്റൊന്നും ഇല്ലല്ലോ. ആ, അറിയില്ലല്ലോ മോളെ. അപ്പോൾ എന്നെ ചതിച്ചിട്ട് പോയത് തന്നെയാണല്ലോ. ആൽഡ്രിൻ, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും. സോറി ഹേസൽ, എനിക്ക് തന്നെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം തനിക്കെതിരെയാണ്. എനിക്ക് എൻ്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബട്ട് യു ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു മീ. ഹേസൽ, എനിക്കറിയാം നിനക്കിപ്പോൾ എന്നോട് വെറുപ്പായിരിക്കും. ബട്ട് നീ എന്നെ എത്ര വെറുത്താലും, നീ എത്ര വലിയ കൊലകൾ ചെയ്തു എന്ന് പറഞ്ഞ് സമൂഹം നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ സ്നേഹിക്കും. നീ മാത്രമായിരിക്കും ഈ നോവലിൻ്റെ പെണ്ണ്. നീ എന്താ ഇന്നലെ പെട്ടെന്ന് തന്നെ പോയത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, എന്താ? നീ പറഞ്ഞില്ലേ ഹേസലിന്റെ സിസ്റ്റർ ഒരാളെ സ്നേഹിച്ചിരുന്നു? ആ, ഇയാൻ. അവൻ റേച്ചലിന്റെ ബോയ് ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ അനിയനും കൂടിയാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോൻ. ഒരമ്മയുടെ വയറ്റിൽ ഞങ്ങൾ ജനിച്ചില്ലെങ്കിലും ഞങ്ങൾ ബെസ്റ്റ് ബ്രദേഴ്സ് തന്നെയായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമേരിക്കയിലേക്ക് പോയതാ. ഞങ്ങളുടെ ഫുൾ ഫാമിലിയും അമേരിക്കയിലാണ്. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് ഇന്ത്യയിൽ ജോലി കിട്ടിയപ്പോൾ ഞാനിങ്ങ് പോന്നു. ഞാനിവിടെ ആയത് കാരണം അവനും ഇങ്ങോട്ട് വരണമെന്ന് വാശിയായിരുന്നു. പക്ഷേ അങ്കിളിനും ആൻറ്റിക്കും അവനിങ്ങോട്ട് വിടാൻ പേടിയായിരുന്നു, പ്രത്യേകിച്ച് മുംബൈ ആയതുകൊണ്ട്. പക്ഷേ അവൻ അവൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. അങ്ങനെ അവനെ ഇവിടുത്തെ ഒരു കോളേജിലേക്ക് ചേർത്തു. ഞാൻ കർണാടകയിലായിരുന്നെങ്കിലും അവൻ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. കോളേജിൽ ലീവ് കിട്ടുമ്പോഴൊക്കെ എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുമായിരുന്നു. പിന്നീട് അവൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയെ അവന് ഇഷ്ടമാണെന്ന്. അവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്നും പറഞ്ഞായിരുന്നു. അവളുടെ പേരൊന്നും പറഞ്ഞില്ല, എല്ലാം നേരിട്ട് കണ്ടിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. എനിക്ക് ജോലി തിരക്ക് കാരണം
അവനെ വിളിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. കുറേ നാളായിട്ട് അവൻ എന്നെ വിളിക്കുന്നേ ഇല്ലായിരുന്നു. അവനെ വിളിച്ചിട്ടും കിട്ടണുണ്ടായിരുന്നില്ല. അങ്കിളിനും എനിക്കൊക്കെ ആകെ ടെൻഷനായി. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അവനെക്കുറിച്ചൊന്ന് പോയി അന്വേഷിക്കാൻ. ഞാൻ മുംബൈയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ അവൻ ഞങ്ങളൊക്കെ വിട്ട് പോയെന്ന്. അവനെ ആരോ ചേർന്ന് കൊന്നതാന്ന്. അത്രയും വലിയൊരു കൊലപാതകം ഈ മുംബൈ സിറ്റിയിൽ നടന്നിട്ടും ഒരു കേസ് പോലും നടന്നില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. പിന്നെയുള്ള ദിവസങ്ങൾ എൻ്റെ ഇയാൻ്റെ കൊലയാളികളെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു ഞാൻ. അപ്പോഴാ ജിസബേലിൻ്റെ ഈ കേസ് എനിക്ക് വരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ തിരക്കിലായിപ്പോയി. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഇയാൻ്റെ മരണത്തിന് കാരണം ആ മിനിസ്റ്ററിൻ്റെ മകനും അവൻ്റെ ഫ്രണ്ട്സുമാണെന്ന്. ഇനി ജിസബേലിൻ്റെ ലക്ഷ്യം ആ മിനിസ്റ്ററിൻ്റെ മകനായിരിക്കും. അവൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവൻ ഒളിവിൽ പോകും. എനിവേ, അവനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ പൂട്ടിയിരിക്കും. ഓ, അപ്പോൾ നിന്റെ ആവശ്യം ആ മിനിസ്റ്ററിൻ്റെ മകനെ പൂട്ടുക എന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഹേസലിൻ്റെ ലക്ഷ്യവും മിനിസ്റ്ററിൻ്റെ മകനാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് അവനെ നേരിട്ടൂടാ? വാട്ട് യു മീൻ? അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നൂടെ? അത് മാത്രമല്ല, നിനക്കറിയാലോ, അവൾ ഈ ചെയ്യുന്ന കൊലകളെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. മെയിൻലി ഇയാനും റേച്ചലിനും വേണ്ടി. സോ നിങ്ങൾ ഒരുമിച്ച് നിന്ന ആ മിനിസ്റ്ററിൻ്റെ മകനെയും നിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ? അതുമാത്രമല്ല, ഹേസലിനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ അവളോട് സംസാരിക്കാം. അവൾക്കെന്തായാലും എന്നോട് വെറുപ്പായിരിക്കും. പക്ഷേ എനിക്കാവശ്യം അവൾ ഈ കേസിൽ നിന്ന് എങ്ങനെയല്ലേ രക്ഷിക്കുക എന്നുള്ളതാണ്. സോ നിനക്കതിന് സമ്മതമാണോ? നോക്കട്ടെ. മാഡത്തിനെ കാണാൻ ആൽജിൻ സാർ വന്നിട്ടുണ്ട്. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞേക്ക്. മാഡത്തിനെ കാണാണ്ട് പോവില്ല എന്നാ പറഞ്ഞേ. ഇല്ല, തിരക്കാണെന്ന് പറഞ്ഞേക്ക്. അല്ല മാം. ഓക്കെ സാർ. കാണണ്ടെന്ന് പറഞ്ഞു കാണുമല്ലേ? യെസ് സാർ. ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് രക്ഷിക്കണം. ഞാനവളെ കണ്ടോളാം. പിന്നെയുള്ള ദിവസങ്ങൾ നോയല് ഹേസലിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കാൻ തുടങ്ങി. പക്ഷേ ഹേസലാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല. മാഡം, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ഞാൻ ഒരു തവണ പറഞ്ഞു എനിക്ക് താൻ പറയുന്നൊന്നും കേൾക്കണ്ടെന്ന്. മാഡം പ്ലീസ്. യു നോ വൺ തിങ് മിസ്റ്റർ ആൽഡ്രിൻ. ഓ, അങ്ങനെ തന്നെയാണോ പേര്? എനിവേസ്, എന്നെ ചതിച്ചു എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ആരെയും വെറുതെ വിടാറില്ല. ബട്ട് തൻ്റെ കാര്യത്തിൽ എനിക്കെന്തോ തന്നെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും താൻ കരുതണ്ട. ഇത്രയും നാൾ താൻ എനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായത്തിന് വേണ്ടിയുള്ള പിച്ചയാണ് തൻ്റെ ഈ ജീവൻ. ഇനിയും എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്താനാണ് തന്നെ ഉദ്ദേശമെങ്കിൽ താൻ ഇത്രയും നാളും കണ്ട തന്നോട് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന ഹേസലിനെ ആയിരിക്കില്ല താൻ കാണുന്നത്. മറിച്ച് ഈ മുംബൈ സിറ്റി മുഴുവൻ ഭയക്കുന്ന ജിസബേലിനെ ആയിരിക്കും. സോ ലീവ് മീ അലോൺ. മാഡം എന്നെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇയാനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞാലോ? ഇയാനെ കുറിച്ചോ? അതെ. പക്ഷേ ഇയാനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ മാഡം അറിയണം. മാഡം പറഞ്ഞത് ശരിയാ. എൻ്റെ പേര് ആൽഡ്രിൻ എന്നല്ല. ഐ ആം നോയൽ തോമസ്. ഞാൻ കർണാടക പോലീസിൻ്റെ സീക്രട്ട് ഏജൻ്റാണ്. എൻ്റെ ഫ്രണ്ടാണ് ADGP ആരോൺ ഐസക്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ മുംബൈയിലേക്ക് വന്നത്. ഇപ്പോൾ മുംബൈ പോലീസിൻ്റെ ടാർഗറ്റ് മാഡമാണ്. പക്ഷേ മാഡത്തിനെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാഡത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ തെളിവുണ്ടാക്കാനാണ് അവർ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ആദ്യമൊക്കെ എൻ്റെ ജോലി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മാഡത്തിൻ്റെ കഥകളും മാഡത്തിൻ്റെ നല്ല മനസ്സും എല്ലാം കണ്ടപ്പോൾ ഞാനെന്തോ എൻ്റെ ജോലിയിൽ നിന്ന് വഴുതി മാറുന്ന പോലെ തോന്നി.
അതാണ് മാഡം സത്യം മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അങ്ങോട്ടേക്ക് വരാതിരുന്നത്. എനിക്ക് മാഡത്തിനെ ഫേസ് ചെയ്യാൻ തന്നെ മടിയായിരുന്നു. അവിടുത്തെ ആൻറ്റി പറഞ്ഞു, മാഡം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ മാഡത്തിനെ ചതിച്ചാൽ അത് മാഡത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷേ മാഡത്തിനറിയോ, ഞാൻ സ്നേഹിക്കുന്നവരെ എനിക്ക് ഒരിക്കലും ചതിക്കാൻ പറ്റില്ല. മാഡം പറഞ്ഞില്ലേ, മാഡത്തിന് എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല, പകരം ഞാൻ ഇത്രയും നാൾ ചെയ്ത ജോലിക്കുള്ള പിച്ചയാണ് എൻ്റെ ഈ ജീവനെന്ന്. പക്ഷേ മാഡം, എനിക്ക് മാഡത്തിനുള്ള സ്നേഹമാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. എനിക്കറിയില്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ മാഡം വിശ്വസിക്കുമെന്ന്. മാഡം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മാഡത്തിനെ ഈ കുടുക്കിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇയാൻ്റെ കാര്യമാണ് പറയാനുള്ളതെന്ന്. ആ, എന്താ കാര്യം? വാട്ട്? അപ്പോൾ ADGP ഇയാൻ്റെ ബ്രദറാണോ? അതെ, അവൻ ഇത്രയും നാള് ഇയാൻ്റെ കൊലയാളികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ആവശ്യം ഇയാൻ്റെ കൊലയാളികളെ കുടുക്കുക എന്ന് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒന്നിച്ചു നിന്നൂടെ? ഞാനങ്ങനെ നിന്നെ വിശ്വസിക്കും? നീ ഇനി എന്നെ ചതിക്കുവാണെങ്കിലോ? മാഡത്തിനെ ചതിക്കാനോ കൊടുക്കാനോ ആയിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ ആകാമായിരുന്നു. മാഡത്തിനറിയാലോ, മാഡം ചെയ്ത കൊലകളുടെ എല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മുംബൈ സിറ്റി മുഴുവൻ വിറപ്പിക്കുന്ന ജിസബേലിൻ്റെ അടുത്ത് ഇത്ര ധൈര്യത്തോടെ ഞാൻ വന്ന് നിൽക്കണമെങ്കിൽ അത് മാഡത്തിനെ ചതിക്കാനായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും അത്രയ്ക്ക് ധൈര്യമൊന്നും എനിക്കില്ല. മാഡത്തിന് വിശ്വാസമില്ലെങ്കിൽ ഓക്കെ, ദെൻ ലീവ് ഇറ്റ്. ഞാൻ വരാം. അല്ല, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെയാ? എടാ, നീ എന്തെങ്കിലും പറ. ജിസബേൽ, അല്ല ഹെയ്സൽ, നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാം. നമ്മുടെ രണ്ടുപേരുടെ ആവശ്യം ആ മിനിസ്റ്ററിന്റെ മകന്റെ നാശമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങൾ അവനെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ അവനെ ഒരു വട്ടം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവൻ്റെ കഥ കഴിച്ചിരിക്കും. അത് തന്നെയാണ് എൻ്റെ ആവശ്യം. അവനെ നിന്റെ അടുത്തെത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. പക്ഷേ ഇപ്പം അവനിവിടെ ഇല്ലല്ലോ, അമേരിക്കയിലല്ലേ? അല്ല, അവനിവിടെ എത്തിയിട്ടുണ്ട്. ഓ റിയലി? എന്നാ കാര്യം എളുപ്പമായി. അവനെവിടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവനെ കൊടുക്കാം. എനിക്കെന്തോ വല്ലാത്ത ടെൻഷനാണ് പാപ്പ. എടാ, നീ എന്തിനാ പേടിക്കണേ? പാപ്പയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് ആ കേസ് എങ്ങനെ ഒതുക്കി തീർത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അന്ന് ഫെലിക്സ് മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നെ വിളിച്ചിരുന്നു. അവനെന്ന് എന്നോട് പറഞ്ഞത്, നീ ഇവിടെ ഇല്ലെങ്കിലും നിന്നെ അവൾ അവിടെ വന്ന് കൊല്ലുന്ന. എനിക്ക് മനസ്സിലാവാത്തത്, ഈ അവളെന്ന് അവൻ പറഞ്ഞത് ആരെയായിരിക്കും? എടാ, അതിനി ആ ജിസബേലാണ്. ജിസബേലോ? ആ, അവളാണിപ്പോൾ മുംബൈ സിറ്റിയിൽ എല്ലാ കൊലകളും ചെയ്തു കൂട്ടുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അവളെന്തിനാ എൻ്റെ ഫ്രണ്ട്സിനെ കൊന്നത്? ആ, അതൊന്നും എനിക്കറിയില്ല. ഈ ജിസബേലിൻ്റെ ഫോട്ടോ വല്ലതും കിട്ടുമോ? എടാ, ഈ ജിസബേൽ എന്നുള്ള പേര് മാത്രമേ എല്ലാവർക്കും അറിയൂ. അവളെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവളെ ആകെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവളുടെ ഇരകളാണ്. അവരാണെങ്കിൽ ഒരു തവണ അവളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരികെ വരുത്തൂല. പിന്നെ കുറച്ച് പോലീസുകാർക്ക് അവളെ അറിയാം. അവര് അവളുടെ ഫോട്ടോയൊന്നും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓ, പപ്പയൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവളുടെ ഫോട്ടോ കിട്ടില്ലേ? ഓ, ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. വെറുതെ എന്തിനാ? ആ, അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, അവനെന്താണാവോ പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നത്? അവനിങ്ങോട്ടേക്ക് വന്നതിൻ്റെ കാര്യം അവൻ്റെ ആ ഫ്രണ്ട് തന്നെയാണ്. മാഡം, ഇവനങ്ങ് തീർത്തേക്കട്ടെ. വെയിറ്റ്,
അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. മോനെ ഫെലിക്സ്, ഞാനിപ്പോൾ നിൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് നിൻ്റെ കയ്യിലോട്ടങ്ങ് തരും. അപ്പോൾ നീ പറയണം, നീ എവിടെയാണെങ്കിലും അവൾ നിന്നെ തേടി പിടിച്ച് കൊല്ലും, നിൻ്റെ മരണം ഉറപ്പാണെന്ന്. മനസ്സിലായോ? ജാക്സൺ, അവൻ്റെ ഫോണിൽ നിന്ന് ആ ഡേവിഡിനെ ഞങ്ങൾ വിളിച്ചു കൊടുക്ക്. ആ ഓക്കെ മാം. സോ വിഷ് യു എ ഹാപ്പി ജേർണി ടു ദി ഹെൽ. എനിക്കെന്തായാലും അവനെ അമേരിക്കയിൽ ചെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കായിരുന്നു. അവൻ്റെ കൂട്ടുകാരനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. കാരണം അമേരിക്കയിൽ അവനെ സംരക്ഷിക്കാൻ ആരുമില്ല. പക്ഷേ ഇവിടെ അവൻ്റെ പപ്പയുടെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഓ, യു ആർ റിയലി ബ്രില്യൻ ഹേസൽ. വെറുതെ അല്ല മുംബൈ പോലീസ് തന്നെ കൊടുക്കാൻ പഠിച്ച പണി 18 പറ്റിയിട്ടും ഒന്നും തന്നെ നടക്കാത്തത്. എനിവേസ്, ഞാനിങ്ങോട്ടേക്ക് വന്നത് തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. സോ ഐ വാണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ. ആ ഞാനൊന്ന് നോക്കട്ടെ. മിനിസ്റ്റർ ആണല്ലോ. ഹലോ ആരോൺ, എനിക്ക് തന്നെ നേരിട്ട് കാണണം. ആ ഓക്കെ സാർ. മിനിസ്റ്ററിനെ എന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. ഞാനെന്നാ ഞാൻ ചെല്ലട്ടെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ആ ശരിടാ. എന്നാ നമുക്ക് പോയാലോ? ഞാൻ എന്താ സാർ കാണണമെന്ന് പറഞ്ഞേ? ആ ആരോൺ, ഇതെൻ്റെ മകനാണ് ഡേവിഡ്. ആ അറിയാം സാർ. ഇവന് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അതെന്താ സാർ? ആ അത് പ്രത്യേകിച്ചൊന്നുമല്ല, ഇലക്ഷനൊക്കെ വരുമല്ലേ, നമുക്ക് പല ശത്രുക്കളും ഉണ്ടാകും, അതാണ്. ഓ സോ ഇവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി താൻ വേണം മുൻകൈ എടുക്കാൻ. യാ ഷുവർ സാർ, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ആ നിങ്ങൾ സംസാരിക്കുമായിരുന്നോ? ആ മോളെ. ഓ, നിനക്കെന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? ഇത്രയും നാൾ നീ എന്നോടൊന്നും തന്നെ മിണ്ടിയില്ലല്ലോ. റേച്ചൽ ഓടിച്ചെന്ന് ഹേസലിനെ കെട്ടിപ്പിടിക്കുന്നു. കുക്കി, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ എൻ്റെ കൂടപ്പിറപ്പാ. നിന്നെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ പ്ലീസ്, എനിക്കെൻ്റെ പഴയ കുക്കിയാണ് വേണ്ടത്. നീ എൻ്റെ അടുത്ത് സംസാരിക്കുമെങ്കിലും പണ്ടത്തെ പോലെ നല്ല സന്തോഷമായിട്ട് സംസാരിക്കണം. ഇയാനല്ലാതെ മറ്റൊരാളും ഇനി എൻ്റെ മനസ്സിലുണ്ടാവില്ല. അവനെ എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മറക്കണം. അതിന് നീ എൻ്റെ കൂടെ വേണം. സോ പ്ലീസ്, എനിക്കെൻ്റെ പഴയ കുക്കീനെ വേണം. റേ, നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. നിനക്കെന്നെ പഴയ കുക്കിയായിട്ടാണ് വേണ്ടതെങ്കിൽ ഓക്കെ, പക്ഷേ അത് നിൻ്റെ അടുത്ത് മാത്രമായിരിക്കും. ആ ഹായ്, ഞാൻ തന്നെ പരിചയപ്പെട്ടില്ലല്ലോ അല്ലേ? ആ അതെ. തൻ്റെ പേരെന്തായിരുന്നു? നോയൽ. അല്ല, ആൽഡ്രിൻ, അങ്ങനെ എന്തോ ഒരു പേരാണല്ലോ ആൻറ്റി പറഞ്ഞേ. അത് പിന്നെ ആൽഡ്രിൻ എന്നാണ് ഒറിജിനൽ പേര്, പക്ഷേ എല്ലാവരും വിളിക്കുന്നത് നോയൽ എന്നാണ്. ഓ അങ്ങനെ. എനിവേയ്സ്, ഇത്രയും കാലം എൻ്റെ കുക്കീനെ ഒരു കെണികളിലും വീഴാതെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നീ എന്തൊക്കെയാടി പറയുന്നേ? അല്ല, നീ എപ്പോഴും ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുകയാണല്ലോ പതിവ്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അപ്പോൾ അങ്ങനെയൊക്കെ ആയല്ലേ? എടി, ഞാൻ പണ്ടത്തെ പോലെയല്ല, എനിക്ക് ബുദ്ധിയൊക്കെ വെച്ചു. ബുദ്ധി നിനക്ക്? അത് ഞാൻ വിശ്വസിച്ചു. ഓ, കളിയാക്കുവാണല്ലേ എൻ്റെ കുക്കി, നിൻ്റെ ഒരു കാര്യം. ആ റേ, നീ എപ്പോഴും പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ആ ഓക്കെ. ഓക്കെ മാഡം, ഞാനെന്നാ. താനെങ്ങോട്ടാ? അല്ല,
താൻ ഇനി ഇവിടെ നിന്നാൽ മതി, വേറെ അങ്ങോട്ടും പോകണ്ട. ആ ഓക്കെ മാം. ആ പിന്നെ ഈ മാഡം എന്നുള്ള വിളിയൊക്കെ നിർത്തിക്കോ. എന്നെ ഹേസലിന് വിളിച്ചാൽ മതി. ആ ഓക്കെ മാം. അല്ല ഹേസൽ. എന്താടാ കാണണമെന്ന് പറഞ്ഞ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഓ റിയലി? അപ്പോൾ വേട്ടക്കാരൻ്റെ കയ്യിലേക്ക് തന്നെയാണ് ഇരയിട്ട് തന്നിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. അവനെ പെട്ടെന്നൊന്നും പിടികൂടാൻ പറ്റില്ല. അതിന് കൃത്യമായ പ്ലാനിങ് വേണം. സർ. ആ യെസ്. അല്ല ആരോൺ അവിടെ? ആ ആരോൺ സാറിന് പെട്ടെന്ന് ഓഫീസിൽ നിന്നൊരു കോൾ വന്നു. അതുകൊണ്ട് സാർ അങ്ങോട്ടേക്ക് പോയേക്കുക. സോ എനിക്കാണിന്ന് ഇവിടുത്തെ ഡ്യൂട്ടി. ഓ ഓക്കെ. സർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ എന്താടോ? സാറിപ്പോൾ മുംബൈയിലേക്ക് വരണ്ടായിരുന്നു. അതെന്താ? സാർ എവിടെയാണെങ്കിലും സാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ സാറിനെ കൊന്നിരിക്കും. താനെന്തൊക്കെ ഈ പറയുന്നേ? എനിക്കറിയാം, ഇലക്ഷൻ കൊണ്ടൊന്നുമല്ല സാറിനിപ്പോൾ പ്രൊട്ടക്ഷനൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നതെന്ന്. സാറും മിനിസ്റ്ററും കൂടെ ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. സാറൊരു പെൺകുട്ടിയെ... സ്റ്റോപ്പ് ഇറ്റ്! താൻ ഞങ്ങളുടെ ശത്രുക്കളുടെ വല്ലോ സ്പൈ ആണോടോ? ഞാൻ സ്പൈ ഒന്നും അല്ല സാറേ. എനിക്കെന്തോ ആ ജിസബേലിൻ്റെ കയ്യിൽ നിന്ന് സാറിനെ രക്ഷിക്കണമെന്ന് തോന്നി. അവളും സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സാറൊരു പെൺകുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സാറിനെ വെറുതെ വിടില്ല. സാറിൻ്റെ ഫ്രണ്ട്സിനെ അവൾ വന്നില്ലേ? അപ്പോൾ അടുത്തീര സാറ് തന്നെയായിരിക്കും. സാറ് ചൂടാവല്ലേ? സാറിനെ ഞാൻ രക്ഷിക്കാം. അതിന് പകരമായിട്ട് എനിക്കൊന്നും തന്നെ വേണ്ട. കാരണം സാറ് വിചാരിച്ചാൽ ചിലപ്പോൾ അവളെ കൊടുക്കാൻ പറ്റും. അവളെ അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ ഈ മുംബൈ സിറ്റി രക്ഷപ്പെടും, സാറും രക്ഷപ്പെടും. അതുമാത്രമല്ല പോലീസുകാർക്കും അതൊരു മനസ്സമാധാനം കൂടിയായിരിക്കും. ബട്ട് ഞാനെങ്ങനെയാ? ഞാനവളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഇത് അവളുടെ ഫോട്ടോ ആണ്. ആരോൺ സാറിൻ്റെ ഫയലിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ അങ്ങ് എടുത്തു. ഇത് അവളല്ലേ? സാറിന് അറിയോ അവളെ? ഏയ് ഇല്ല. അല്ല, ഇത് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ പൊന്നു സാറേ, സാറ് അവളെ തീർത്തില്ലെങ്കിൽ സാറിന് അവളെ എങ്ങനെയും കൊന്നിരിക്കും. ഈ പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നും സാറിന് ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. അവളെപ്പോലെയുള്ളൊരു മാഫിയയെ ഞാനെന്ത് ചെയ്യാനാ? സാറേ, എത്ര വലിയ മാഫിയാണെങ്കിലും പെണ്ണല്ലേ? അവളെപ്പോഴും ആണിൻ്റെ മുമ്പിൽ ദുർബലയാണ്. ഇനി സാറിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അത് സാറിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചെയ്തു തന്ന ഈ കാര്യമൊന്നും ആരോടും പറയരുത്. നോ, ഞാൻ പറയില്ല. എനിവേയ്സ്, താങ്ക് യു. എടോ താനിവിടെ നിൽക്ക്, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. സോ ഫൈനലി നീ എൻ്റെ കയ്യിലെത്തി. എത്ര നാളുകളായി ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നത് നിനക്കറിയോ? എനിവേയ്സ്, ഇന്നാണ് എനിക്ക് നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയത്. അപ്പോ നീ അന്ന് ചത്തില്ലായിരുന്നല്ലേ? ഓ, ഇത്രയും കാലം എന്നെ കൊല്ലാൻ വേണ്ടി നടന്നതായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് വിട്ടു. അന്ന് നിന്റെ ശരീരം ഞങ്ങൾ 3 പേര് ചേർന്നാണ് ആസ്വദിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് ഒന്നുകൂടി ആസ്വദിക്കാൻ പോകും. ചിലക്കാതിരിക്കടി. അവൻ പറഞ്ഞ ശരിയാ. എത്ര വലിയ മാഫിയാണെന്ന് പറഞ്ഞാലും പെണ്ണല്ലേ, വെറും ദുർബല, ആണിൻ്റെ അടിമ. ജെയിംസ്, ആരാത്? ഡേവിഡിൻ്റെ ശ്രദ്ധ മാറിയ സമയം കൊണ്ട് ജിസബേൽ അവളെ കെട്ടിയിരുന്ന കയറ് എങ്ങനെയൊക്കെ അഴിച്ചു മാറ്റുന്നു. എടി, അനങ്ങി പോരുത്. നീ എന്താ പറഞ്ഞത്? പെണ്ണ് ദുർബലയാണ്, അവൾ ആണിൻ്റെ അടിമയാണ് അല്ലേ? എന്നാ നീ കണ്ടോ പെണ്ണിൻ്റെ കരുത്ത് എന്താണെന്ന്.
ആരോണായിരുന്ന? ഇനി നീ എന്ത് ചെയ്യൂടി? ആരോൺ ഷൂട്ട് ഹർ. റിയലി? ഞാനിപ്പോൾ അവളെ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് എൻ്റെ ഇയാനെ കൊന്നു കളഞ്ഞ് നിന്നെ ഞാൻ രക്ഷിക്കണം അല്ലേ? ആരോൺ, അതേടാ, നിങ്ങൾ മൂന്നും കൂടി അന്ന് കൊന്നു കളഞ്ഞത് എൻ്റെ ബ്രദറിനെയാ, എൻ്റെ ഇയാനെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നോയലും റീച്ചിലും വരുന്നത്. ഇത് നീ അത്ഭുതപ്പെടണ്ട, അതാണ് റീച്ചൽ, എൻ്റെ ട്വിൻ സിസ്റ്റർ. അന്ന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. മോനെ ഡേവിഡേ, നിനക്ക് വലിയൊരു തെറ്റ് പറ്റി. നീ കരുതിയത് എന്നെ നീ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നാ, പക്ഷേ ശരിക്കും ഞാനാ നിന്നെ കിഡ്നാപ്പ് ചെയ്തത്. ഓ, അപ്പോ എല്ലാരും കൂടെ ചേർന്നിട്ടാണല്ലേ? റേ, ഞാൻ കൊല്ലുന്നതിനേക്കാളും നിനക്കാണ് ഇവനെ കൊല്ലാനുള്ള യോഗ്യത. ഷൂട്ട് ഹിം. കുക്കി, എനിക്ക് പറ്റില്ല. പെട്ടെന്ന് തന്നെ അവൻ റേനെ പിടുത്തമിട്ട് അവളുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങുന്നു. ഏയ്, അനങ്ങി പോരുത്, തീർത്തു കളയും ഞാൻ അവളെ. കൊല്ലടാ, കൊല്ല്. കൊല്ലാനായിട്ട് അതിൽ ബുള്ളറ്റ് വേണ്ടേ? എനിക്കറിയായിരുന്നു നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചത് ഈ ബുള്ളറ്റ് ഇല്ലാത്ത കണ്ണാ. ഇതും പറഞ്ഞുകൊണ്ട് ഹെയ്സൽ അവളുടെ കയ്യിലിരുന്ന ഗൺ അവൻ്റെ നേരെ ചൂണ്ടുന്നു. മിസ്റ്റർ ഡേവിഡ്, വിഷ് യു എ ഹാപ്പി ജേർണി ടു ദി ഹെൽ. ഇവന് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, ഒറ്റയടിക്ക് ചാവാനായിരുന്നു അവൻ്റെ വിധി. നിങ്ങൾ വീട്ടിലേക്ക് വെക്കോ, കേസിനെ പറ്റിയൊന്നും ഓർക്കണ്ട, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. സോ എല്ലാം കഴിഞ്ഞു. ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് ലീവിലാണ്, അമേരിക്കയിലേക്ക് പോവാം. എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്കിളിനോടും ആൻറ്റിയോടൊന്ന് പറയണം. റേ, തനിക്ക് ഇനിയും നല്ലൊരു ജീവിതമുണ്ട്, പഴയതെല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കും. പിന്നെ ഹെയ്സൽ, അല്ല കുക്കി, എനിക്കറിയാം ഇയാൻ നിനക്ക് ഒരു ബ്രദർ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ നിനക്ക് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു ബ്രദറാണെന്നുള്ള അധികാരത്തിൽ ചോദിക്കുക, തനിക്ക് ഈ കൊല്ലും കൊലിയൊക്കെ നിർത്തിക്കൂടെ? ഞാനിങ്ങോട്ടേക്ക് വന്നത് നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെയും ആൽഡറിൻ്റെയും കയ്യിൽ നിന്നെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ സബ്മിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ജോലിയോട് ഞാൻ ഇതുവരെ നീതി പുലർത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ നിൻ്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം അവന്മാരെ പോലുള്ള ദ്രോഹികൾ അനുഭവിക്കേണ്ടത് മരണം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എനിവേസ്, ഞാൻ ഈ മിഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ്. ഇതുവരെ ഞാനെടുത്ത എല്ലാ കേസുകളും ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ള പേരിലേ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞത് താനൊന്ന് ആലോചിക്കണം. തനിക്ക് നല്ലൊരു ലൈഫുണ്ട്, സോ താനത് നശിപ്പിക്കരുത്. ഓക്കെ, ദെൻ ബൈ. ബൈഡാ. ഹെയ്സൽ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഓക്കെ. ഇനി എന്താ തൻ്റെ പ്ലാൻ? ഞാൻ വന്നത് മുംബൈ പോലീസിൻ്റെ സീക്രട്ട് ഏജൻ്റായിട്ടാണ്, അതും ആരോണിൻ്റെ റെക്കമെൻഡേഷൻ കാരണം. സോ ആരോൺ ഈ മിഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക്
എൻ്റെ തീരുമാനം അത് തന്നെയാണ്. പിന്നെ എനിക്കമ്മ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് പെണ്ണ് കാണലൊക്കെ ഉണ്ടാവും. ഓ ഓക്കെ. പക്ഷേ അമ്മ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മ നല്ല സന്തോഷത്തോടുകൂടെ നടത്തി തരുമെന്ന്. ഓ അപ്പോൾ തൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഏയ്, എനിക്കങ്ങനെ ആരോടും അഫെക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല. ഓ അല്ല, തനിക്കാരോടെങ്കിലും എന്തെങ്കിലും? നോ. റിയലി? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, അപ്പോൾ തനിക്കൊന്ന് കള്ളു കുടിച്ചിട്ട് പറഞ്ഞ കാര്യമൊന്നും ഓർമ്മയില്ല അല്ലേ? ഞാനെന്താ പറഞ്ഞേ? നത്തിങ്. ഹേസൽ, ഞാൻ വിചാരിക്കുമായിരുന്നേ, എന്തായാലും എൻ്റെ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കുക. അപ്പോൾ ഞാൻ തൻ്റെ കാര്യം വീട്ടിലങ്ങ് അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. എൻ്റെ പൊന്നു ഹേസൽ, ഞാൻ ഇത്രയും കാര്യങ്ങളും ചോദ്യമൊക്കെ ചോദിച്ചിട്ടും തനിക്കൊന്നും മനസ്സിലായില്ലേ? ഓ, ഉള്ള സിനിമകളിലെ പ്രപ്പോസൽ സീനും കണ്ട് ഇവളെ പ്രപ്പോസ് ചെയ്യാമെന്ന് എന്നെ വേണം തല്ലാൻ. അതായത് ഹേസൽ, ഞാൻ പറഞ്ഞു തന്ന എന്താന്ന് വെച്ചാ തനിക്കെൻ്റെ മണവാട്ടിയാവാൻ പറ്റുമോ എന്നാണ്. Will you be mine? പെട്ടെന്നൊന്നും പറയണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ എടോ, തനിക്ക് ആരോ പറഞ്ഞ കാര്യമൊന്ന് ആലോചിക്കാൻ പാടില്ലേ? തനിക്ക് ആ പഴയ കുക്കിയാവാൻ പാടില്ലേ? തൻ്റെ റേച്ചൽ തന്നെ പഴയ പോലെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ? തനിക്ക് ഈ സ്വഭാവത്തിൽ എന്നെ ഇഷ്ടമല്ലേ? ഹേസൽ, ഞാനിപ്പോൾ തന്നെ വന്ന് പ്രപ്പോസ് ചെയ്ത് ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. എനിക്ക് ആദ്യം തന്നെ ഇഷ്ടം തോന്നിയത് തന്നിലെ ജിസബേലിനെയാണ്. കാരണം തൻ്റെ ആ ആറ്റിറ്റ്യൂഡും സംസാര രീതിയൊന്നും ഞാൻ ഒരു പെണ്ണിലും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഒന്നുകൂടി ആലോചിച്ചപ്പോൾ തന്നിലുള്ള ജിസബേലിനോട് എനിക്ക് തോന്നിയത് വെറും ഒരു അട്രാക്ഷൻ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ആ പഴയ കുക്കിയാണ്. സോ എൻ്റെ ആഗ്രഹം താൻ പഴയ കുക്കിയാണെന്ന് തന്നെയാണ്. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ നിന്റെ ജീവിതത്തിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ റേച്ചൽ അങ്ങനെയല്ലല്ലോ. നീ ഇത്രയും കാലം ജീവിച്ചത് തന്നെ റേച്ചലിന് വേണ്ടിയാ. അവളുടെ ജീവിതം നശിപ്പിച്ചവരെ ശിക്ഷിക്കാൻ വേണ്ടിയാ. അത് നീ ചെയ്യുകയും ചെയ്തു. ഇനി നിനക്ക് റേയുടെ ആഗ്രഹം പോലെ ജീവിച്ചൂടെ? നീ ചിന്തിച്ചു നോക്ക്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് ജാക്സൺ വരുന്നു. മാഡം, ഒരു പുതിയ ന്യൂസ് ഉണ്ട്. ഒരു പെൺകുട്ടിയെ 3 പേര് ചേർന്ന് റേപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഹേസൽ, ഒരു മിനിറ്റേ. മോനെ ജാക്സ, നീയൊന്നിങ്ങ് വന്നേ. എന്താ സർ? എടാ, ഞാൻ അവളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാടാ നീ ഇമാതിരി കേസുമായിട്ട് വരുന്നേ? അല്ല സാർ, ഇതാണല്ലോ എൻ്റെ ജോലി. ഓഹോ, നിനക്ക് നിന്റെ ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. അത് പിന്നെ സാർ. നീ ചെല്ല്. എടോ, താനെന്താ ആലോചിക്കണേ? അവൻ വന്ന് പറഞ്ഞൊന്നും താൻ കാര്യമാക്കണ്ട. വാ, നമുക്ക് പോയേക്കാം. നോയൽ, താൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ആ പഴയ കുക്കി ആവുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കണമെന്ന്? ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് ആലോചിച്ചു. ഓ, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? Hey sir, this is the end of the story, right? This is not the end. Actually, it's just a beginning.